അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് നിർമ്മിച്ച ശൌചാലയം തുറന്നുകൊടുക്കാൻ കഴിയാതെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് 30 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ശൌചാലയത്തിന് തടസ്സം സൃഷ്ടിച്ചത് ഡാം സുരക്ഷാ വിഭാഗമാണ്. ഇത് തുറന്നുകൊടുക്കരുതെന്ന റിപ്പോർട്ട് ഡാം സുരക്ഷാ വിഭാഗം ചീഫ് സെക്രട്ടറിക്കാണ് നൽകിയിരിക്കുന്നത്. വൈദ്യുതിയും വെള്ളവും എത്തിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് നടപടി പൂർത്തിയാക്കി വരുന്നതിനിടയിലാണ് കുരുക്ക് വീണിരിക്കുന്നത്. പ്രകൃതി രമണീയമായ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിവസവും എത്തിച്ചേരുന്നത്. ഇവിടെ പ്രാഥമിക സൗകര്യമില്ലാത്തതിനാൽ സഞ്ചാരികൾ ദുരിതാവസ്ഥയിലായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പൊതുവിടം നിർമ്മിക്കാൻ നടപടി സ്വീകരിച്ചു. തുടക്കത്തിൽ തടസ്സം നേരിട്ടപ്പോൾ മുടങ്ങുമെന്ന് കരുതി. എന്നാൽ കളക്ടറെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഉത്തരവ് നേടിയാണ് നിർമ്മാണം ആരംഭിച്ചത്. പണി പൂർത്തിയാക്കി വൈദ്യുതിയും കുടിവെള്ളവും എത്തിക്കാൻ നടപടിയും ആരംഭിച്ചു. അപ്പോഴാണ് തടസ്സവാദം അണക്കെട്ട് സുരക്ഷാ വിഭാഗം വീണ്ടും ഉന്നയിക്കുന്നത്. തടസ്സം മാറ്റാൻ കളക്ടർ സമീപിച്ചുവെങ്കിലും കൈവിട്ടുപോയിരുന്നു. അണക്കെട്ട് സുരക്ഷാ വിഭാഗം ചീഫ് സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അത് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സംബന്ധിച്ച് വിലക്കേർപ്പെടുത്തുന്നതിന് വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ടൂറിസം മേഖലയിൽ നമ്മൾ ആളുകൾക്ക് സഹായകരമായ രീതിയിൽ ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന നിലയിലാണ് പദ്ധതി രൂപീകരിച്ചത്. അതിപ്പം തുറന്നു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഗവൺമെൻറ് മേഖലയിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾ ആവശ്യപ്പെട്ട് നടപ്പാക്കും. അത്തരം പദ്ധതികൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്നതിനാണ് എന്ന ചില ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഇടപെടലിൻ്റെ ഭാഗമായി അതിപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത് ജനകീയമായ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടേണ്ടതായിട്ട് വരും. സ്വാഭാവികമായും ഇവരുടെ വിലക്ക് ആ പദ്ധതിയിൽ തന്നെ അപകടം. ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. സർക്കാർ ഖജനാവിലെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം പ്രവർത്തിപ്പിക്കാൻ തടസ്സം അതേ സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ്. സർക്കാർ നടപടിയെടുത്താൽ തീരാവുന്ന പ്രശ്നമാണ്. സർക്കാർ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നുമില്ല. സർക്കാരിലേക്ക് ജനങ്ങൾ നൽകുന്ന നികുതി പണത്തിൽ 30 ലക്ഷമാണ് ഇവിടെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. നാടിന്റെ വികസനത്തിനെന്നും അണക്കെട്ട് സുരക്ഷാ വിഭാഗം എതിരാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.